ഹലോ എൻ്റെ എല്ലാ ചങ്കൂട്ടുകാർക്കും പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ്. നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ വണ്ടിക്ക് ഉണ്ടായ സ്ക്രാച്ചസ് ആണ്. ആദ്യമായിട്ട് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായ തട്ടൽ മുട്ടലാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ വണ്ടി എടുത്ത് രണ്ടാമത്തെ ദിവസം എറണാകുളത്തോട്ട് പോയപ്പോൾ കിട്ടിയ ചെറിയ സ്ക്രാച്ചാണ്. നമ്മളെ വലതുവശത്തുള്ള ഒരു ഡോറ് കംപ്ലീറ്റ് സ്ക്രാച്ചായി. ഒരു എന്താ പറയുക, ഒരു ചെറിയ റോഡിലോട്ട് കയറി പോയതാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ റോഡ് ഭയങ്കര ചെറുതായിരുന്നു. കസ്റ്റമർ പറഞ്ഞ് കുഴപ്പമില്ല മോനെ, ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയലും നമ്മുടെ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ ഡോറ് കംപ്ലീറ്റ് സ്ക്രാച്ചായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോയപ്പോൾ നമ്മുടെ വണ്ടി ഓപ്പോസിറ്റ് വന്നൊരു ഓട്ടോറിക്ഷയും നമ്മുടെ വണ്ടിയുടെ ഓട്ടോറിക്ഷയും ബോഡി തമ്മിൽ വരഞ്ഞുണ്ടായ സ്ക്രാച്ചാണിത്. നോക്കിയേ, തുരുമ്പ് വരെയായി. ആകെ 1 മാസം ആയിട്ടുള്ളൂ. അങ്ങനെ ഇതൊരു സ്ക്രാച്ച്. അത് കഴിഞ്ഞ് പിന്നെ ബാക്കിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായ 3-ാമത്തെ സ്ക്രാച്ച്. ബൈക്കിൻ്റെ ഇൻഡിക്കേറ്ററും നമ്മുടെ വണ്ടിയും തമ്മിൽ വരഞ്ഞതാണ് ഈ കാണുന്നത്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ ചെറുതായിട്ട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക് അറിയില്ല. അതായത് ഇവിടെ ഈ ഒരു പോർഷനിൽ ചെറുതായിട്ടൊന്ന് ചളങ്ങിയിട്ടുണ്ട്. നൈസായിട്ട് പോസ്റ്റുമ കൊണ്ടാണ്, ഇതും പോസ്റ്റുമ കൊണ്ടാണ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോഴത്തെ 2-3 മാസത്തോളം അവസ്ഥ. അപ്പോൾ രാവിലെ തന്നെ വീഡിയോ ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ പപ്പ പാവം രാവിലെ തന്നെ എഴുന്നേറ്റ് വണ്ടിയൊക്കെ ക്ലീൻ ചെയ്ത്, എല്ലാ ദിവസവും പാവം ക്ലീൻ ചെയ്യും. പപ്പക്ക് സർവീസ് സ്റ്റേഷനായിരുന്നു. വയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരൻ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. വണ്ടി നന്നായിട്ടൊക്കെ സർവീസ് ചെയ്യും. മാൻ പവറാണ് കേട്ടോ, മെഷീനൊന്നുമില്ല. നോക്കിയേ, വീൽ കപ്പ് നല്ല പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതാണ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. അപ്പോൾ പിന്നെ അതുകൂടാണ്ട് നമ്മുടെ കിലോമീറ്റർ ഇപ്പോൾ ഏകദേശം ഓണായിക്കോട്ടെ 6332.6 കിലോമീറ്ററായി. നമ്മുടെ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ ഡിഫക്റ്റീവൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെയും ഡിഫക്റ്റീവുകളുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണെന്ന്. ഇവിടുത്തെ ഒരു ഓയിലുണ്ട്, ഇത് അതിൻ്റെ അടിയിൽ കാണാം. കണ്ട നമ്മുടെ ഗിയറിൻ്റെ ഒരു ക്യാപ്പാണ്. അവിടെ ഒരു സർവീസ് ചെയ്താണ്, പക്ഷെ ഓയിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതിൻ്റെ ഒന്നും കൂടി പോയി കാണിക്കേണ്ടി വരും. പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിലുള്ള അവസ്ഥ ഇതാണ്. പിന്നെ അതുകൂടാണ്ട് ബാക്കിൽ റിവേഴ്സ് ഗിയർ, അയ്യോ, അതിൻ്റെ ലൈറ്റ് നമ്മൾ റീപ്ലേസ് ചെയ്താണ്. അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം, കമ്പനിയുടെ വക ഒന്നും കിട്ടില്ല. എന്നിട്ട് അത് ഫ്യൂസായിപ്പോയി. പിന്നെ അതുകൂടാണ്ട് മെയിൻ കാര്യം ഹോണും അടിച്ചു പോയി. അപ്പോൾ അതൊക്കെയാണ്. ഹോൺ ഇരിക്കേണ്ടത് അതെ ഈ ഗുദാമിലാണ് ഹോൺ ഇരിക്കണത്. കാണാൻ പറ്റണ്ട നിങ്ങൾക്ക്? എനിക്ക് കാണാൻ പറ്റണില്ല, നോക്കട്ടെ. കണ്ട ഹോണിൻ്റെ പൊസിഷനായത്. ഈ മൺകാടിൻ്റെ ഉള്ളിൽ കൂടി പോയി എല്ലാം തെറിച്ച് അത് നാശമായി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീഡിയോൻ്റെ അവസ്ഥ. വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എൻജിൻ സൈഡ് എന്തായാലും നോക്കണം. പിന്നെ വേറൊരു കംപ്ലൈൻ്റാണ്, ഫ്യൂവൽ ഫുൾ അടിച്ചു കഴിഞ്ഞാൽ കുലുങ്ങി പുറത്ത് പോകും. പിന്നെ നമ്മുടെ നാട്ടിലെ റോഡ് അറിയാമല്ലോ, അപ്പോൾ ഫുള്ള് കുലുങ്ങി പുറത്ത് പോവും. അതും ഒരു ഭയങ്കര ഇഷ്യൂ ആണ്. അതിനൊക്കെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. പിന്നെ ഇത് നോക്കിയാൽ ബീഡിങ് ഉണ്ട്, ഗ്ലാസ് ബീഡിങ് നിങ്ങൾക്ക് കാണാം. ഇന്നലത്തെ മഴയത്ത് ഉണ്ടായിരുന്ന ആ തുള്ളിയാണ് അവിടെ കിടക്കണം. അപ്പോൾ അതും നമുക്ക് കാണിക്കാനുണ്ട്. ബീഡിങ് മാറ്റണം മൊത്തത്തിൽ. ഈ ബ്ലാക്ക് കളറിലുള്ള ഫുൾ ബീഡിങ് മാറ്റണം. എന്ത് പറയാനാണ്, പുതിയ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതാണ്. സെക്കൻഡ് ഹാൻഡ് നമ്മൾ എടുക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഇല്ലാത്ത പൈസ മുടക്കി നമ്മൊരു വണ്ടി എടുത്തിട്ട് അതിൻ്റെ കംപ്ലൈൻ്റാണ്. ആകെ 3-ാമത്തെ മാസമാണ് നമ്മുടെ വണ്ടി കൈ കിട്ടിയിട്ട്. അതിൽ നിസ്സാര മാസമാണ് വണ്ടി ഓടി തുടങ്ങിയേക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായ സംഭവങ്ങളൊക്കെയാണ്. എന്ത് പറയാനാണ്. അതൊക്കെയാണ് നമ്മുടെ വീഡിയോയും നമ്മുടെ വണ്ടിയുടെ അവസ്ഥ. ഇതേ ഒരു പോട്ട് പോകുന്നുണ്ട്. ചേരാൻ നല്ലൊരു ഫെറിയിലാണ്ട നിൽക്കണ. പണ്ട് എവിടെ നിന്നാ ബസ്, അതെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫെറി വന്നിട്ട് ഈ കാണുന്ന ഏരിയയിലൊക്കെ കംപ്ലീറ്റ് ബസ്സുകൾ ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മാറി.
ഇപ്പോൾ ചേർന്നല്ലൊരു ഫെറിയൊക്കെയാണ് വന്നേക്കണത്. കൊച്ചി മെട്രോ കണ്ട, ലോഗോ കണ്ട, കൊച്ചി മെട്രോ. ഇത് നമ്മുടെ അങ്കിളിൻ്റെ കടയാണ്. അങ്കിളിൻ്റെ കടയൊക്കെ ഇപ്പോൾ കൊടുത്തെന്ന് തോന്നുന്നു. വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ വന്നു. അങ്ങനെയാണ് ഇത്. നമ്മുടെ രക്ഷണ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പോൾ ചെളിയായി കൂടണേക്കാളും മുന്നേ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അടുത്ത വീഡിയോയിൽ നമ്മുടെ വണ്ടിയുടെ സെക്കൻഡ് സർവീസും അതിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വണ്ടിക്കുണ്ടായ സ്ക്രാച്ചാണ്. എറണാകുളം റോഡിൽ ഓടിക്കഴിഞ്ഞാൽ തീർച്ചയായും വണ്ടി വരയും. പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ വിഷമിക്കരുത്. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, അയ്യോ എൻ്റെ വണ്ടി വരഞ്ഞല്ല എന്ന് ഓർത്തിട്ട്. പക്ഷേ ഒരയും ഇനിയും എന്തെങ്കിലുമൊക്കെ വരച്ചിലും പിടിച്ചിലൊക്കെ ഉണ്ടാവും. എന്തായാലും റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക. നമ്മുടെ റോഡ് കംപ്ലീറ്റ് കുണ്ടും കുഴിയാണ്. ഇവന്മാർ എപ്പോൾ ശരിയാക്കുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സൂക്ഷിച്ച് വണ്ടി റൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ എന്തായാലും വണ്ടിയുടെ പുതിയ അപ്ഡേഷനായിട്ട് വരാം. നമ്മുടെ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഡിഫക്റ്റീവും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് എന്തായാലും വരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നു. അടുത്തൊരു കിഡിലോസ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. മറ്റാരുമല്ല, നിങ്ങൾ സ്വന്തം നിങ്ങൾ സൈൻ ഓഫ് ചെയ്യുന്നു. പീസ് ആൻഡ്